ഇന്നലെ അങ്ങനെ ഇന്ത്യ അണ്ടർ 20 ടീം ഖത്തറിനോട് തോറ്റിരിക്കുകയാണ്. ഒന്നിനെതിരെ 2 ഗോളിനാണ് തോറ്റത്. തോൽവി എന്നൊന്നും പറയാനാവില്ല, തോൽപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഖത്തറിൻ്റെ രണ്ടാമത്തെ ഗോൾ ഒരു പെനാൽറ്റി വഴിയായിരുന്നു. ആ പെനാൽറ്റി ലഭിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫൗൾ ചെയ്തിട്ടൊന്നല്ല, താനേ വീഴുകയായിരുന്നു. ചെറിയൊരു ടച്ച് ഉണ്ട്, പക്ഷേങ്കിൽ അതൊരു ഫൗളിലേക്കുള്ള എത്താനുള്ളതൊന്നുമില്ല. എസ്പെഷ്യലി റെഡ് കാർഡിനുള്ളത് പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഫൗളൊന്നുമല്ല. ആ മത്സരം കണ്ടവർക്കല്ലേ, ഹൈലൈറ്റെങ്കിലും എടുത്ത് കണ്ടവർക്ക് അത് മനസ്സിലാവും, കൃത്യമായി മനസ്സിലാവും. റഫറിക്ക് ഖത്തർ പൈസ കൊടുത്ത് പക്ഷത്ത് നിൽപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കളിക്ക് മുമ്പ് റഫറി ഖത്തർ ടീമിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് കളിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു ആനുകൂല്യമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് റഫറിയുടെ ഭാഗത്തു നിന്ന്. ഇത് ആദ്യമായിട്ടൊന്നല്ല, മുൻപും നാഷണൽ ടീം മെയിൻ ടീമിനോട് ഖത്തർ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റഫറി മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റാമെന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് ഖത്തർ ടീമായിട്ട് ഇന്ത്യ കളിക്കുമ്പോൾ ഇങ്ങനൊരു റഫറിയുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടാകുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് മറ്റൊന്നിനെയല്ല, പണം വാങ്ങി കളിക്കുകയാണ് റഫറി എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി 100% പറയാൻ സാധിക്കും.